വീട്ടിൽ വെറുതെ ഇരുന്ന് മടുത്തപ്പോൾ നമ്മളൊന്ന് വെറുതെ വാക്കിങ്ങിന് ഇറങ്ങിയാണ് ഗൈസ്. നമ്മൾ വന്നു ഒരു വലിയ കുപ്പിയിൽ നമ്മൾ ഫ്രൂട്ട് സർബത്ത് കുടിച്ചു ഗൈസ്. പക്ഷെ അടിപൊളി കടയായിരുന്നു. നിങ്ങളൊക്കെ അതെ, ഒരുപാട് ഫ്രൂട്ട്സും ഒരുപാട് പാലൊക്കെ ഇട്ട് ഹെൽത്തി. പിന്നെ ഞാനുള്ളത് ഒരു ഹെൽത്ത് കുട്ടിന്റെ കൂടെ ഞാൻ ജീവിക്കുന്നത് കൊണ്ട് മധുരം കുറച്ചാണ് ഞാനും കുടിച്ചത്. അതെ അതെ, പക്ഷെ കുഴപ്പമില്ലായിരുന്നു. നല്ല പക്ഷെ മധുരം ഇടാതൊന്ന് കുടിച്ചു നോക്കണം, അടിപൊളിയായിരിക്കും. അടിപൊളിയായിരിക്കും നമ്മുടെ ഹെൽത്ത് കുട്ടാ. നമുക്ക് പൂജപ്പുര ജയിൽ കാണാൻ ഒരു വല്ലാത്ത മോഹമുണ്ട്. കാരണം നമ്മൾ സിനിമയിലൊക്കെയാണല്ലോ കണ്ടിട്ടുള്ളത്. പക്ഷെ പോയി എവിടെ വരെ എത്തും നമുക്ക് അറിയത്തില്ല. നമ്മൾ ഒട്ടും നമ്മൾ ടയേർഡല്ല. ഗൈസ്, ഞങ്ങളുടെ പ്ലാൻ മാറ്റി. പ്ലാൻ ഡ്രോപ്പ്. കാരണം എന്ന് പറ, കാരണം ലോക്കൽ ഏരിയ ആയിരുന്നു ഗൈസ്. അവിടെ ഒരു സ്ത്രീജനങ്ങളില്ല എന്നുള്ള കാരണത്താൽ ഞങ്ങൾ വേണ്ടെന്ന് വെച്ചു. ഉണ്ടായിരുന്നു കടയില്, അതുകൊണ്ട് അത് ഫുള്ളി ഫ്ലോപ്പ് ആയിരുന്നില്ല. അതെ അതെ, ഏസി ഉണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾക്ക് കടയിലെ സാധനങ്ങളുടെ വില കണ്ടപ്പോഴത്തേക്ക് മതിയായി, വേണ്ടെന്ന് വെച്ചു. ഇനി നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് പോവാം. അതാ, കൂടുതൽ പരീക്ഷണം ഒന്നുമില്ല, വേഗം വീട്ടിൽ പോവാം. സർപ്രൈസ് ട്വിസ്റ്റ് ഉണ്ട്. അതെ, നമ്മൾ ഇങ്ങനെ വരുന്നോണ്ടിരിക്കുന്ന വഴിക്ക് നമ്മളുടെ കഫറ്റേരിയ, അതായത് നമ്മുടെ പ്രിസണേഴ്സിന്റെ ഇതുണ്ടല്ലോ, ഫുഡ് ക്യാൻറ്റീനല്ല, കഫറ്റേരിയ തന്നെ. അപ്പോൾ നമുക്ക് അവിടെ കണ്ടപ്പോഴത്തേക്കും ബിരിയാണിക്ക് 70 രൂപയുള്ളൂ. അപ്പോൾ ഞങ്ങൾ അവിടെ ഒന്ന് കയറി, പക്ഷെ ബിരിയാണി കിട്ടിയില്ല. അതുകൊണ്ട് പൊറോട്ട വാങ്ങിച്ചു. ചിക്കൻ ചാപ്സും വാങ്ങിച്ചു. അതെ അതെ, എന്നിട്ട് ഇത് കഴിച്ചിട്ട് ഞങ്ങൾ ചോറും കൂടെ കൊണ്ടുവന്നാണ് ഞങ്ങളുടെ ആഗ്രഹം. പക്ഷേ നടക്കുന്ന അറിയില്ല, ഫുഡ് ആയതുകൊണ്ട് നമുക്ക് കളയാൻ പറ്റത്തില്ല. അതുകൊണ്ട് നമ്മളത് മുഴുവൻ കഴിക്കും. ഞങ്ങൾ അങ്ങനെ എത്തി ഗൈസ്, ഫൈനലി.